ഹലോ സ്റ്റുഡൻസ്, നമ്മളെ ഇന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ഇൻ മെഡിസിൻ എന്ന ടോപ്പിക്കിൽ ജീൻ തെറപ്പിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജീൻ തെറപ്പി എന്ന് പറഞ്ഞാൽ കറക്റ്റിംഗ് എ ജനറ്റിക് ഡിഫക്റ്റ്. ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനെ കറക്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ജീൻ തെറപ്പി. ജീൻ തെറപ്പി ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ഓർ മ്യൂട്ടേറ്റഡ് ജീൻസ് പ്രസൻറ്റ് ഇൻ സെൽസ് ത്രൂ ദ അഡീഷൻ ഓഫ് ഹെൽത്തി ജീൻസ് ഓർ റീപ്ലേസ്മെൻറ്റ് ഓർ ഡിലീഷൻ ഓർ സൈറ്റ് സ്പെസിഫിക് മോഡിഫിക്കേഷൻ ഓഫ് ഫോൾട്ടി ജീൻസ്. അപ്പോൾ ഇവിടെ അബ്നോർമൽ ഓർ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും? ഒന്നുകിൽ ഹെൽത്തി ജീനിനെ നമുക്ക് സെല്ലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അഡീഷൻ ഓഫ് ഹെൽത്തി ജീൻ, ഓർ റീപ്ലേസ്മെൻറ്റ്, അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം വിത്ത് ഹെൽത്തി ജീൻ, ഓർ ഡിലീഷൻ, അബ്നോർമൽ ആയിട്ടുള്ള ജീനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഓർ സൈറ്റ് സ്പെസിഫിക് മോഡിഫിക്കേഷൻ ഓഫ് ഫോൾട്ടി ജീൻസ്, മ്യൂട്ടേറ്റഡ് ആയിട്ടിരിക്കുന്ന അബ്നോർമൽ ആയിട്ടിരിക്കുന്ന ജീനിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താം. ദാറ്റ് ഈസ് സൈറ്റ് സ്പെസിഫിക് മോഡിഫിക്കേഷൻ. Healthy genes are inserted into the diseased cells using viral or non-viral vectors through an in vivo or ex vivo transduction. Transduction എന്ന് പറഞ്ഞാൽ transfer of genetic material. So we know that in vivo strategy എന്ന് പറഞ്ഞാൽ inside the body of an organism. Ex vivo is outside the body. That means under laboratory conditions. In vivo strategy-യിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ജീനെ, ഹെൽത്തി ജീനെ വെക്ടറിൻ്റെ സഹായത്തോടു കൂടി ബോഡിയിലോട്ട് ഡയറക്റ്റ്ലി ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം. എക്സ് വൈവോ സ്ട്രാറ്റജിയിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്നും ഡിസീസ്ഡ് ആയിട്ടുള്ള സെൽസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഏത് സെല്ലിലാണോ ഡിഫക്റ്റീവ് ആയിട്ടുള്ള മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനുള്ളത് അങ്ങനെയുള്ള സെൽസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ആൻഡ് അണ്ടർ ലബോറട്ടറി കണ്ടീഷനിൽ ഈ സെൽസിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. ദെൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ ട്രീറ്റ്മെൻറ്റ് ജീൻ ഇൻ ടു ദീസ് സെൽസ് യൂസിങ് എ വെക്റ്റർ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ റീകോമിനൻറ്റ് സെൽസിനെ നമ്മൾ, റീകോമിനൻറ്റ് സെൽസ് എന്ന് പറയുമ്പോൾ അവിടെ ജനറ്റിക് ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ, ആ സെൽസിനെ നമ്മൾ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇൻ വൈവോ സ്ട്രാറ്റജിയിൽ ട്രീറ്റ്മെൻറ്റ് ജീൻ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്തേക്കാണ്, ഡയറക്റ്റ്ലി ഇൻ ടു ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം. പക്ഷേ എക്സ് വൈവോ സ്ട്രാറ്റജിയിൽ ട്രീറ്റ്മെൻറ്റ് ജീൻ ഇൻസേർഷൻ നടക്കുന്നത് ബോഡിക്ക് പുറത്താണ്. ദാറ്റ് മീൻസ് അണ്ടർ ലബോറട്ടറി കണ്ടീഷൻ. ഇനി നമ്മൾ പഠിച്ചതാണ് അനിമൽ സെൽസിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വൈറൽ വെക്ടേഴ്സാണ്. പതോജനിക് ആയിട്ടുള്ള വൈറസസിനെ നോൺ പതോജനിക് ആക്കി മാറ്റിയിട്ട് അവരെ നമ്മൾ വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നു. സോ ലെറ്റ്സ് സീ which are the common viral vectors for gene transfer. Gamma retrovirus, lentivirus, herpes virus, adenovirus and adeno associated virus. ആൻഡ് വൈറസ് അല്ലാതെ മറ്റ് ഏജൻസിനെ നമുക്ക് കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അവരെ നമുക്ക് നോൺ വൈറൽ വെക്ടേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എക്സാമ്പിൾസ്: ട്രാൻസ്പോസോൺസ്, നമുക്കറിയാം മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ് ആണ്. ദെൻ കാറ്റയോണിക് പോളിമേഴ്സ്, ഡെൻട്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ നാനോ പാർട്ടിക്കിൾസ് ആണ്, അവരെ നമുക്ക് കാരിയറായിട്ട് ഉപയോഗിക്കാം. ദെൻ സെൽ പെനിട്രേറ്റിംഗ് പെപ്റ്റൈഡ്സ് ഓർ ലിപ്പോസോംസ്, ഇതൊക്കെ നോൺ വൈറൽ വെക്ടേഴ്സ് ആണ്. കൺവെൻഷണൽ ജീൻ തെറാപ്പിയിൽ ന്യൂ ജനറ്റിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്യുക വഴി നമ്മൾ ചില പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. അത് ടോക്സിസിറ്റി കാണിച്ചിരുന്നു, സച്ച് ആസ് ഓഫ് ടാർജറ്റ് ഇഫക്ട്സ്. ടാർജറ്റ് സെൽസിനെ അല്ലാതെ മറ്റ് സെൽസിനെ പോയി എഫക്റ്റ് ചെയ്തിരുന്നു. ഓൾട്ടേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ്, inflammatory reactions and possible oncogenic transformation in the recipient. Oncogenic transformation എന്ന് പറഞ്ഞാൽ ജീൻസിനെ ക്യാൻസറസ് ആക്കി മാറ്റുന്ന സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ പുതിയ ജീൻ എഡിറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്, സച്ച് ആസ് സിങ്ക് ഫിംഗർ ന്യൂക്ലിയേസ് ഓർ ZFN, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റർ ലൈക്ക് എഫക്റ്റർ ന്യൂക്ലിയേസസ് ഓർ TALEN, and clustered regularly interspaced short palindromic repeats or CRISPR, which allow the site-specific correction or control of expression of mutated genes present in cells. അപ്പോൾ ZFN, TALEN, CRISPR എന്നൊക്കെ പറയുന്നത് ന്യൂ ജീൻ എഡിറ്റിംഗ് ടെക്നിക്സ് ആണ് that allow the site-specific correction or control of expression of mutated genes present in cells. Now let us learn about gene therapy for ADA deficiency. ADA deficiency ഒരു ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ എന്ന് പറഞ്ഞാൽ ബോഡി സെൽസ്, ഇവിടെ ബോഡി സെൽസ് ആണ് എഫക്റ്റഡ് ആകുന്നത്. ആൻഡ്
എനി പേഴ്സൺ ക്യാൻ ബി എഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ ഡിഫറൻസസ് ഒന്നുമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ. റിസസീവ് എന്ന് പറഞ്ഞാൽ ഒരു റിസസീവ് അല്ലീലാണ് ഇവിടെ മ്യൂട്ടേറ്റഡ് ആകുന്നത്. സോ ഡബിൾ റിസസീവ് കണ്ടീഷനിൽ, ഐ മീൻ 2 അല്ലീൽസും റിസസീവായിട്ട് വരുന്ന കണ്ടീഷനിലായിരിക്കും ഈ ജനറ്റിക് ഡിസോർഡർ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് ജീൻ കോഡിംഗ് ഫോർ പ്രൊമോട്ടർ ഓഫ് എൻസൈം അഡിനോസിൻ ഡീഅമിനേസ്. അപ്പോൾ അഡിനോസിൻ ഡീഅമിനേസ് എന്ന എൻസൈമിൻ്റെ പ്രൊമോട്ടർ, അതിനെ കോഡ് ചെയ്യുന്ന ജീൻ ഡിലീഷനാണ് ഈ ഡിസോർഡറിന് കാരണം. പ്രൊമോട്ടർ നിങ്ങൾക്കറിയാം, ട്രാൻസ്ക്രിപ്ഷനിൽ പഠിക്കുന്നതാണ്. പ്രൊമോട്ടർ ഈസ് ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്നും RNA ഫോം ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ പ്രൊമോട്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻ ഇവിടെ മ്യൂട്ടേറ്റഡ് ആയതിനാൽ ട്രാൻസ്ക്രിപ്ഷൻ വിൽ നോട്ട് ഇനീഷ്യേറ്റ്. ദാറ്റ് മീൻസ് mRNA-യുടെ സിന്തസിസിനെ അത് എഫക്റ്റ് ചെയ്യും. അതുവഴി പ്രോട്ടീൻ സിന്തസിസും. ഇവിടെ സിന്തസൈസ്ഡ് ആകുന്ന പ്രോട്ടീൻ ഓർ എൻസൈം എന്ന് പറയുന്നത് അഡിനോസിൻ ഡീഅമിനേസ് ആണ്. സോ അതിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ എഫക്റ്റഡ് ആവും. ഈ എൻസൈം നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഹയസ്റ്റ് ലെവൽ കാണപ്പെടുന്നത് ലിംഫോസൈറ്റ്സിലാണ്. ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ്. വി നോ ദാറ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ പാർട്ട് ഓഫ് ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. They protect our body from infection and diseases. The function of adenosine deaminase is to convert adenosine or deoxyadenosine to inosine or deoxyinosine respectively. Adenosine or deoxyadenosine ഇതൊക്കെ നമ്മുടെ സെല്ലിൽ DNA സിന്തസിസിൻ്റെ സമയത്തോ ഓർ ബ്രേക്ക് ഡൗണിൻ്റെ സമയത്തോ ഒക്കെ ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ്സ് ആണ്, അല്ലെങ്കിൽ പ്യൂരിൻ മെറ്റാബോളിസത്തിൻ്റെ ഇൻ്റർമീഡിയറ്റ്സ് ആണെന്ന് പറയാം. Adenine is a purine, right? And buildup of these compounds will be toxic. അപ്പോൾ അഡിനോസിൻ ഡീഅമിനേസിനെ അങ്ങനെ വിളിക്കാൻ കാരണം അത് അഡിനോസിനിൽ നിന്നോ അല്ലെങ്കിൽ അഡിനോസിനിൽ നിന്നോ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ്, ഡീഅമിനേഷൻ നടത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള അഡിനോസിനെ ടോക്സിക് അല്ലാത്ത ഇനോസിനാക്കി മാറ്റുന്നു. അതേപോലെ ടോക്സിക് ആകുന്ന ഡിയോക്സി അഡിനോസിനെ ടോക്സിക് അല്ലാത്ത ഡിയോക്സി ഇനോസിൻ ആക്കി മാറ്റുന്നു. അപ്പോൾ ADA ഡെഫിഷ്യൻസിയുടെ കേസിൽ മ്യൂട്ടേറ്റഡ് ജീൻ കാണപ്പെടുന്നത് ക്രോമോസോം 20-ലാണ്. അങ്ങനെയാകുമ്പോൾ ഒന്നുകിൽ അബ്നോർമൽ എൻസൈം സിന്തസിസ് നടക്കാം, ഐ മീൻ നോൺ ഫങ്ഷണൽ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നടക്കാം, ഓർ സിന്തസിസ് ഓഫ് നോ എൻസൈം അറ്റ് ഓൾ. എങ്ങനെയായാലും ദാറ്റ് ലീഡ്സ് ടു ദിസ് ജനറ്റിക് ഡിസോർഡർ. അപ്പോൾ ഈ എൻസൈം നോൺ ഫങ്ഷണലായാൽ ഓർ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എങ്കിൽ അഡിനോസിൻ്റെയോ ഡിയോക്സി അഡിനോസിൻ്റെയോ കൺവേർഷൻ നടക്കത്തില്ല. അഡിനോസിൻ വിൽ നോട്ട് ബി കൺവേർട്ടഡ് ടു ഇനോസിൻ. ഓൾസോ deoxyadenosine will not be converted into deoxyinosine. That means ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മുടെ സെല്ലിൽ അക്യുമുലേറ്റ് ചെയ്യും, and this will be dangerous. That means this can kill the lymphocytes like B cells and T cells of the immune system, so that the body is open to infections by bacteria and viruses. അപ്പോൾ ലിംഫോസൈറ്റ്സ് ഡെഡായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാകും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസും ഡിസീസസും ഉണ്ടാകും. സോ ADA ഡെഫിഷ്യൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. സോ ദാറ്റ് നമുക്ക് ഒരുപാട് ഡിസീസസ് ഉണ്ടാകും. ചെറുതും വലുതുമായിട്ടുള്ള ഈവൻ ക്യാൻസർ പോലെയുള്ള ഡിസീസസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ ജനറ്റിക് ഡിസോർഡറിൻ്റെ സിവിയറിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ബോഡിയിലുള്ള എൻസൈം ലെവലാണ്. അങ്ങനെയാകുമ്പോൾ ഈ ഡെഫിഷ്യൻസി പല ടൈപ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈക്ക് ADA SID, CID. ADA SID എന്ന് പറഞ്ഞാൽ ADA ഡെഫിഷ്യൻറ്റ് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഇൻ ദിസ് കേസ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. വേറൊന്ന് ADA SID ആണ്, SCID. SCID സ്റ്റാൻഡ് ഫോർ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇൻ ദിസ് സിറ്റുവേഷൻ there is no enzymatic activity at all. ADA ഡെഫിഷ്യൻസിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദ പേഴ്സൺ വിൽ ഡൈ ബിക്കോസ് ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ഗെറ്റിംഗ് വേഴ്സ്. ADA ഡെഫിഷ്യൻസി മോർ കോമൺ ആയിട്ടുള്ളത് കുട്ടികളിലാണ്. ആൻഡ് ഇൻ സം ചിൽഡ്രൻ ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ബൈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബോൺ മാരോയിലാണ് റെഡ് ബ്ലഡ് സെൽസിൻ്റെയും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ വൈറ്റ് ബ്ലഡ് സെൽസ് ഓർ ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ ആൻഡ് ലേറ്റർ അവരുടെ ഫർദർ ഡെവലപ്മെൻറ്റും മെച്ചുറേഷനൊക്കെ നടക്കുന്നത് തൈമസിലും വെച്ചിട്ടാണ്. ഇനി മറ്റു ചില കേസിൽ ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ബൈ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറപ്പി ഇൻ വിച്ച് ഫങ്ഷണൽ ADA ഈസ് ഗിവൻ ടു ദ പേഷ്യൻറ്റ് ബൈ ഇഞ്ചക്ഷൻ. അപ്പോൾ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറപ്പിയിൽ നമ്മൾ
ഫങ്ഷണൽ എൻസൈം, ഫങ്ഷണൽ ADA അഡിനോസിൻ ഡിഅമിനേസ് എന്ന എൻസൈം പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. പക്ഷേ ഈ രണ്ട് അപ്രോച്ചസും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. അങ്ങനെയാണ് നമ്മൾ RDNA ടെക്നോളജി ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജീൻ തെറാപ്പി വഴി എങ്ങനെ ADA ഡെഫിഷ്യൻസി ക്യൂർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്നും ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. വി ആർ റിമൂവിങ് ലിംഫോസൈറ്റ്സ് ഫ്രം ദ പേഷ്യൻറ്റ് ആൻഡ് ഈ ലിംഫോസൈറ്റ്സിനെ നമ്മൾ ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഈ ADA അഡിനോസിൻ ഡിഅമിനേസ് എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനെ നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുന്നു ഇൻ എ സ്യൂട്ടബിൾ ബാക്ടീരിയ. ആൻഡ് ക്ലോൺഡ് DNA എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. cDNA ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലോൺഡ് DNA ആണ്. സോ ഈ ADA കോഡിംഗ് cDNA എന്ന് പറഞ്ഞാൽ ക്ലോൺ DNA ഒരു വെക്ടറിൻ്റെ സഹായത്തോടുകൂടെ, വെക്ടർ ഇവിടെ റിട്രോ വൈറസ് ആണ്. അപ്പോൾ റിട്രോ വൈറൽ വെക്ടർ വഴി നമ്മൾ ലിംഫോസൈറ്റ്സിലോട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. നൗ ദ ലിംഫോസൈറ്റ്സ് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ ജനറ്റിക്കലി ആൾട്ടേർഡ്. അതായത് ഈ ലിംഫോസൈറ്റ്സിൽ നമ്മൾ ഹെൽത്തി ജീൻ കൊടുത്തിട്ടുണ്ട് ഫോർ പ്രൊഡ്യൂസിങ് ADA എൻസൈം. ആൻഡ് ദീസ് ജനറ്റിക്കലി മോഡിഫൈഡ് ലിംഫോസൈറ്റ്സ് ആർ റിട്ടേൺ ബാക്ക് ടു പേഷ്യൻസ് ബോഡി. സോ ജീൻ തെറാപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്നും ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിനെ ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് ഫങ്ഷണൽ ADA കോഡിംഗ് cDNA ക്ലോൺ DNA is inserted using a retroviral vector and these cells are then returned back to patient's blood. ഇവിടെ വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലിംഫോസൈറ്റ്സ് ആർ നോട്ട് ഇമ്മോർട്ടൽ. ദാറ്റ് മീൻസ് ലിംഫോസൈറ്റ്സിന് ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്പാൻ ഉണ്ട്. നിങ്ങൾ ബ്ലഡ് സെൽസിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ പഠിക്കുന്നതാണല്ലേ. ഈ സെൽസ് ഒന്നും ഇമ്മോർട്ടൽ അല്ല. സോ ദ പേഷ്യൻറ്റ് റിക്വയർസ് പീരിയോഡിക് ഇൻഫ്യൂഷൻ ഓഫ് സച്ച് ജനറ്റിക്കലി എൻജിനീയർഡ് ലിംഫോസൈറ്റ്സ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ്സിനെ എടുത്ത് അതിലേക്ക് ഈ ജീനെ ഇൻസേർട്ട് ചെയ്ത് തിരിച്ചു വിടേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് ഫോർ പെർമനൻറ്റ് ക്യൂർ. അതായത് ബോൺ മാരോ സെൽസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ജീൻ ഫോർ കോഡിംഗ് ADA അത് നമ്മൾ എയർലി എംബ്രിയോണിക് സ്റ്റേജസിൽ സെൽസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ പെർമനൻറ്റ് ക്യൂർ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീൻ തെറാപ്പി ഫോർ ADA ഡെഫിഷ്യൻസിയാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.